ഹലോ, നമസ്കാരം. ആദ്യം തന്നെ എല്ലാവർക്കും ഒരു അടിപൊളി ഓണം ആശംസകൾ നേരുന്നു. അപ്പം ഓണസദ്യയിൽ പ്രധാനപ്പെട്ട വിഭവങ്ങളിലൊന്നാണ് അവിയൽ അല്ലേ? അവിയലില്ലാണ്ട് എന്താ ഓണസദ്യ? അപ്പം നമ്മളിന്ന് ഈസി ആയിട്ട് എങ്ങനെയാണ് ഒരു അവിയൽ ഉണ്ടാക്കുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. ഇത് മമ്മിയുടെ റെസിപ്പിയാണ്. ഞാൻ മമ്മിയുടെ അടുത്ത വീഡിയോ എടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ തന്നെ മമ്മി എനിക്കൊരു ഡിസ്ക്ലൈമർ തന്നായിരുന്നു. ഇത് പലരും പല രീതിയിലാണ് അവിയൽ ഉണ്ടാക്കുന്നത്. ഇതൊരു സ്റ്റാൻഡേർഡ് അവിയൽ ഉണ്ടാക്കുന്ന രീതിയൊന്നുമല്ല. പക്ഷേ ഉണ്ടാക്കി വരുമ്പോൾ എന്തായാലും നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും, അതിന് ഞാൻ ഗ്യാരണ്ടി. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസിലേക്ക് നമുക്ക് പോകാം. ഇതൊക്കെയാണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചക്കറികൾ. നമ്മൾ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, പച്ചക്കായ എടുത്തിട്ടുണ്ട്, അതുപോലെ ചേന, പിന്നെ നീളൻ പയറുണ്ട്, വെള്ളരിക്കയുണ്ട്, തക്കാളി, മുരിങ്ങാക്കോല്, ഉരുളക്കിഴങ്ങ്. ഇതല്ലാണ്ട് നമ്മൾ ഒരു സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, പിന്നെ മുളകുണ്ട്, അതുപോലെ കരിവേപ്പിലയുണ്ട്. സവാള വേണമെങ്കിൽ ഇട്ടാൽ മതി, നമ്മൾ ഇട്ടു എന്ന് മാത്രം, ഓപ്ഷണലാണ്. സോ ഈ പച്ചക്കറികളെല്ലാം കൂടെ നമ്മളൊരു കുക്കറിനകത്തേക്ക് എടുക്കുന്നു. നമ്മളിതിലേക്ക് മുരിങ്ങാക്കോൽ ഇട്ടിട്ടില്ല. മുരിങ്ങാക്കോൽ ഞങ്ങൾ അവിയലുണ്ടാക്കുമ്പോൾ സെപ്പറേറ്റ് ആയിട്ടാണ് ഇടാറുള്ളത്. അപ്പം മുരിങ്ങാക്കോൽ വെച്ച് ബാക്കി എല്ലാ പച്ചക്കറിയും ഉണ്ട്. പിന്നെ നമ്മളൊരു സ്പൂൺ ഉപ്പിടുവാണ്. മുരിങ്ങാക്കോൽ ഇങ്ങനെ ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് സെപ്പറേറ്റ് ആയിട്ട് വെക്കുന്നത്. അപ്പോൾ അതല്ലാണ്ട് ബാക്കി എല്ലാ പച്ചക്കറികളും ഇട്ട് ഒരു സ്പൂൺ ഉപ്പ് ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളത് കുക്കറിൽ വെക്കുവാണ്. ഇത് കുക്കറിൽ ഏകദേശം ഒരു 2-3 വിസിൽ അടിക്കാൻ വേണ്ടി വെക്കുവാണ്. അന്നേരത്തേന് അതൊരു നന്നായിട്ട് പച്ചക്കറികളെല്ലാം വെന്ത് വരും. നമ്മുടെ കുക്കറോടെ വിസിലടിക്കുന്ന സമയത്തേന് നമുക്ക് മുരിങ്ങാക്കോലും ഒന്ന് വേവിക്കാം. മുരിങ്ങാക്കോല് പച്ചക്കറിയുടെ ഇട്ടാലും കുഴപ്പമില്ല, പക്ഷേ ഇത് നമ്മൾ ഉടയാതിരിക്കാൻ വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് എടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ കുറച്ച് ഉപ്പിടുക. ഉപ്പിട്ടിട്ട് നമ്മൾ നന്നായിട്ട് വേവിച്ചെടുക്കുകയാണ്. നന്നായിട്ടൊന്ന് തിള വരുന്നത് വരെ വേവിച്ചെടുത്ത് മാറ്റി വെക്കുക. ഇനി നമുക്ക് അവിയലിനുള്ള അരപ്പുണ്ടാക്കാം. ഇതിനായിട്ട് കുറച്ച് ജീരകം, മഞ്ഞൾപ്പൊടി, അതുപോലെ ഒരു അരമുറി തേങ്ങ, ഇത്രയുമാണ് തേങ്ങ തിരുമ്മിയത്, ഇത്രയുമാണ് വേണ്ടത്. ഇതിനകത്തേക്ക് ഒരു 2-3 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം, ആ ഒരു ടേസ്റ്റിന് വേണ്ടി. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതി. ഒരൊറ്റ കറക്കുക. അപ്പോൾ ഒരു ചെറുതായിട്ടൊന്ന് ഫുള്ളി അരയണ്ട, ഒരു ചതഞ്ഞ രീതിയിൽ കിട്ടും. ഇതേ അരപ്പ് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. എന്നിട്ട് നമ്മളിത് നമ്മുടെ പച്ചക്കറിക്കകത്തേക്ക്, വേവിച്ച പച്ചക്കറിയിലേക്ക് ഇടാൻ വേണ്ടി പോവാണ്. ഇതിൻ്റെ കൂടെ നമ്മൾ വേവിച്ച് വെച്ചിരുന്ന മുരിങ്ങാക്കോല് അതും കൂടി നമ്മൾ ഇടുവാണ്. അപ്പോൾ ആ മുരിങ്ങാക്കോല് ഇടുമ്പോൾ അതിനകത്ത് കുറച്ച് വെള്ളത്തിലല്ലേ നമ്മൾ വേവിക്കുന്നത്, ആ വെള്ളം കൂടി ഇതിനകത്തേക്ക് ഒഴിക്കാം. അപ്പോൾ ഇതിന് നല്ലൊരു ഗ്രേവി പോലെ വരും. എന്നിട്ട് നമ്മളിത് ഒന്നും കൂടിയും ചൂടാവാൻ വേണ്ടി വെക്കുവാണ്. ജസ്റ്റ് ഒന്ന് തിളച്ച് വരാൻ, ചെറുതായിട്ടൊന്ന് പറ്റി വരാൻ വേണ്ടി നമ്മളൊന്നും കൂടി വെക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ അവിയൽ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളെല്ലാ പച്ചക്കറികളും ഇട്ടു, അതിൻ്റെ അരപ്പ് നമ്മളിട്ടു. എന്നിട്ട് നമ്മൾ ചെറുതായിട്ട് ഒരു ടേസ്റ്റിന് വേണ്ടി കുറച്ച് എണ്ണയും കൂടി ഒഴിക്കുകയാണ്. ഒരു 2-3 സ്പൂൺ എണ്ണയും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചിട്ട് ഒരു 3-4 മിനിറ്റും കൂടി നമുക്കത് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് പറ്റിയ ശേഷം വാങ്ങി വെക്കാവുന്നതാണ്. അപ്പം ഇത്രയേ ഉള്ളൂ, നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ എ വീഡിയോ. അതുപോലെ തന്നെ ഡു സബ്സ്ക്രൈബ് ടു ആ യൂട്യൂബ് ചാനൽ. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി സമ്പൽ സമൃദ്ധവും സന്തോഷവും നിറഞ്ഞൊരു അടിപൊളി ഓണം ആശംസിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്.